ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലെങ്കിലും ആലോചിക്കുന്നുണ്ടാകും ഇതൊക്കെ വാർത്തയാണോ എന്ന്. അപ്പോൾ ഇടവേള ഉണ്ടായതുകൊണ്ട് വാർത്തയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. വ്യത്യസ്തമായ അഭിപ്രായം ദിലീപിനുണ്ടോ? SKN രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നത് വാർത്തയാകുന്നത് ഈ അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ചില ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം നിയമസഭയിലേക്ക് കയറി വന്നതും വലിയ വാർത്തയായിരുന്നു. അവിടെ എത്തി അതിനുശേഷം ഒരു കുറിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭ വിടുകയും ചെയ്തു. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത്. ഓഗസ്റ്റ് 20-നായിരുന്നു യുവനടിയുടെ വെളിപ്പെടുത്തൽ വന്നത്. അതിനു മുമ്പ് അദ്ദേഹം പാലക്കാട് നിന്ന് നാട്ടിലേക്ക് പോയതാണ്. ഓഗസ്റ്റ് 21-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം സെപ്റ്റംബർ 15-ാം തീയതിയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. 17-ാം തീയതി ശബരിമല ദർശനവും നടത്തിയിരുന്നു. ഈ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല. അത് പല രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത്. ഇപ്പോൾ 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വരുന്നു എന്നത് അതുകൊണ്ടാണ് വാർത്തയാകുന്നത്. സാധാരണഗതിയിൽ ഒരു MLA മണ്ഡലത്തിലേക്ക് എത്തുക എന്നത് SKN നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വാർത്തയല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾക്കുള്ള പ്രസക്തിയും അത് 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. ഇപ്പോഴുള്ള ചില രാഷ്ട്രീയമായ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന 24-ൽ മാത്രമാണ് ഈ ദൃശ്യങ്ങളുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒരു മരണ വീട്ടിലാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് സേവ്യറിൻ്റെ സഹോദരൻ മരണമടഞ്ഞതുമായി അടുത്തിടെയാണ് മരണമടഞ്ഞത്. അത് ആ മരണ വീട്ടിൽ ദുഃഖം ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുന്നു എന്ന സവിശേഷതയാണ് ഈ ദൃശ്യങ്ങൾക്കുള്ളത്. 10:30-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN. താങ്ക് യു. ബി ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തി. സുഹൃത്തുക്കളുടെയൊക്കെ പ്രേരണ ഉണ്ടായിരുന്നു. എന്തായാലും ദിലീപ് പറഞ്ഞതുപോലെ ഒരുപാട് ആരോപണങ്ങൾ രാഹുലിൻ്റെ പേരിൽ ഉണ്ടായി. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് 10:30-ന് മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.